ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലേ? ഞങ്ങളിത് അവിടെ സുഖമായി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഒരു സ്കിൻ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടോ അതല്ല നമ്മുടെ ടാൻ ഒന്ന് റിമൂവ് ചെയ്യാൻ, അതല്ല നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി ഇതൊന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൻച്വലി നമ്മുടെ ഫേസിൽ നമുക്കൊരു മാറ്റങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അതായത് വൺസ് ഓർ ട്വൈസ് ഇൻ എ വീക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ വീടുകളിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. കോഫി ഫേസ് പാക്ക് ആണ് കേട്ടോ. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു എഫക്റ്റ് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മുന്നൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫംഗ്ഷനായിട്ട് വരും. ഇവിടെ പിന്നെ നമ്മളങ്ങനെ ഫംഗ്ഷന് പോകുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഓരോ ഫംഗ്ഷനും വേണ്ടിയിട്ട് നമ്മൾ പാർലറിൽ പോകുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഉള്ളതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കും. ആദ്യം നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്യണം. പിന്നെ കോഫി പൗഡർ, ഷുഗർ, പിന്നെ കേർഡ്, ഇതാണ് 4 മിക്സ് ചെയ്യേണ്ടത്. വാട്ടർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നോർമൽ വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്കിപ്പോൾ 1 ടൈം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര കുറച്ച് ക്വാണ്ടിറ്റി മതി. പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റേഷ്യോസ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ മെയിനായിട്ടുള്ള കണ്ടൻസ് വരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കോഫി പൗഡർ ആ ഒരു പീസ് ആയിട്ടുള്ള കോഫി ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മളത് വെക്കുക. അപ്പത്തിനും ഷുഗർ ആണെന്നുണ്ടെങ്കിലും കോഫി ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് അത് മിക്സ് ആയിട്ട് ഈ ഒരു രൂപത്തിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ആണ് കേട്ടോ ഞാൻ ആക്കിയത്. കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല, എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഓക്കെ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ഞാൻ ഇതിനി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ബാക്കി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കോഫി പൗഡർ മറ്റേ ഒരു കട്ട ടൈപ്പ് ഉണ്ടാവില്ല, അതായിരുന്നു കോഫി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ്ലി എല്ലാവരും ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. നമുക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യാനൊന്നുമില്ല, നിർബന്ധമില്ല. നമുക്ക് നോർമൽ വാട്ടറിലും വാഷ് ചെയ്യാം. വാം വാട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. ഞാനിപ്പോൾ നോർമൽ വാട്ടറിലാണ് ഇനി വാഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്യട്ടെ. നമുക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. ചിലർ ബ്രഷ് വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യും. എനിക്ക് കൂടുതൽ കൺവീനിയൻ്റ് എനിക്ക് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡയറക്ഷനിൽ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ വാഷ് ചെയ്യുമ്പോഴും അതേ ഒരു മസാജ് ചെയ്തുകൊണ്ട് തന്നെ വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. കാണിച്ചു തരാം. കണ്ടത് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഒന്ന് ഫുൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഫേസിൽ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. നല്ല തണവാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ. ഞാൻ ആദ്യം പൊട്ടൊക്കെ ഒഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ട് മാറ്റിയതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് അവിടെയൊക്കെ. ഇത് ആദ്യത്തെ 1-2 മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്യുക ഫേസ്. അത് ബെറ്ററാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊരു ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്നും കൂടി മുഖം ഒന്ന് ഫ്രഷ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിൽ ഞാൻ ഓൾറെഡി സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വളരെ സൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവും തോറും നമ്മൾ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അറിയില്ല എത്രത്തോളം സത്യമാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഫേസ്. അപ്പോൾ അത് ഞാൻ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്യുന്നത്. ഞാനിതേ വാഷ് ചെയ്ത് വന്നു. അറിയുന്നില്ലേ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ്. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് വീഡിയോ വെച്ചിട്ട് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും.
അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഭയങ്കര തണവാണ് ഫേസിന്. നമുക്ക് ഈ ഒരു ബ്രൈറ്റ്നസ് ഈ സംഭവങ്ങൾ മാത്രമല്ല, നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആണ് കേട്ടോ ഫേസിൽ. ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നല്ല തണവാണ്. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, അധികം ഒരു സമയത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ഒരു 10 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒന്ന് റെസ്റ്റ് എടുക്കുക, ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്യുക, എത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോർ ദാൻ ഈ ഒരു ബ്രൈറ്റ്നസ് കാര്യങ്ങളിനെക്കാട്ടും നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല രീതിയിലൊരു നല്ല തണവൊക്കെ ഫേസിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതേപോലുള്ള ചെറിയ ഹോം റെമഡീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ. ബൈ ബൈ.